5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ മുത്തച്ഛന് 102 വർഷം കഠിന തടവ് വിധിച്ച് കോടതി. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 1,50,000 രൂപ പിഴയും ഒടുക്കണം. 2020 നവംബർ മുതൽ 2021 ഫെബ്രുവരി വരെ മുത്തച്ഛൻ കുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. പീഡിപ്പിക്കുക എന്ന് വെച്ചാൽ പീഡിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് കുട്ടിയുടെ രഹസ്യഭാഗങ്ങളിൽ ഗുരുതരമായ പരിക്കേറ്റതിനെ തുടർന്ന് ഈ കുട്ടിയെ വിരട്ടിയിരുന്നു. കുട്ടി പീഡിപ്പിച്ചപ്പോൾ കുട്ടി അലറി വിളിച്ചെങ്കിലും കുട്ടിക്കിത് വെളിപ്പെടുത്തുന്നതിൽ പേടിയായിരുന്നു. കാരണം വെച്ചാൽ വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ഇയാൾ വിരട്ടിയിരുന്നു. അതുകൊണ്ട് കുട്ടി ആരുടെയും പറഞ്ഞില്ല. ഈ ബാല്യകാലത്തുള്ള ഈ കുട്ടിയുടെ സ്വപ്നങ്ങളടക്കം ഈ പ്രതി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. 5 വയസ്സുകാരിയായ കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ വീട്ടിനുള്ളിലെത്തിച്ച് പീഡിപ്പിച്ച കേസിലാണ് കുട്ടിയുടെ അമ്മയുടെ പിതാവിന്റെ സഹോദരനെ കോടതി ശിക്ഷിച്ചത്. 102 വർഷം കഠിന തടവും 1,50,000 രൂപ പിഴയുമാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ആർ രേഖ വിധിച്ചത്. പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും അടച്ചില്ലെങ്കിൽ 2 വർഷവും 3 മാസവും കൂടുതൽ തടവ് അനുഭവിക്കണമെന്നും വിധിയിലുണ്ട്. കുട്ടി ഈ പ്രതിയുടെ വീട്ടിൽ വരുമ്പോൾ പല തവണകളായിട്ട് ഈ കുട്ടിയെ 3 ദിവസം പ്രതിയുടെ വീട്ടിൽ വന്ന 3 ദിവസങ്ങളിലും കുട്ടിയെ ഭീകരമായി പീഡിപ്പിക്കുകയാണ് ചെയ്തത്. കുട്ടി വലിയൊരു എപ്പോഴും ട്രോമയിലാണ് ഈ കുട്ടി. അപ്പോൾ അങ്ങനെ ഒരിക്കലും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് കടുത്ത ശിക്ഷ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് 102 കൊല്ലം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. പിന്നെ ഈ കിടന്ന കാലാവധി പിന്നെ അതുപോലെ തന്നെ 1,50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 1,50,000 രൂപ പിഴ അടച്ചില്ലെങ്കിൽ വീണ്ടും 2 കൊല്ലം ശിക്ഷ അനുഭവിക്കണം. അതോടൊപ്പം തന്നെ ഈ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കുട്ടിക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ജഡ്ജി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2020 നവംബർ മുതൽ 2021 ഫെബ്രുവരി വരെ കുട്ടിയെ മുത്തച്ഛൻ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. മുത്തച്ഛൻ ചീത്തയാണെന്ന സുഹൃത്തുക്കളോട് പറയുന്നത് കേട്ട മുത്തശ്ശി കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് കുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത്. തുടർന്ന് കഠിനംകുളം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മുത്തച്ഛനായ പ്രതി നടത്തിയത് ക്രൂരമായ പ്രവൃത്തിയായതിനാൽ യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് കോടതി വിധിന്യായത്തിൽ പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.